യെസ്, വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഫിസിക്സിൻ്റെ സബ് ഡിവിഷൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഒരു അനാലിസിസ് ആണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെടുത്തത്. ഇന്ന് നമുക്ക് അതിലേറ്റവും സെലക്റ്റീവായ ഇക്വേഷൻസ് വരുന്ന ഒരു ഏരിയയിലേക്ക് കിടക്കാം. എന്താണ് ഹെഡിങ്? ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. Uniformly acceleration. What do you mean by acceleration? Acceleration is actually the rate of change of velocity. That is, a change in velocity divided by time taken. ഒരു ബോഡിയുടെ വെലോസിറ്റി യൂണിഫോം അല്ലെങ്കിൽ വെലോസിറ്റി കൂടിയാൽ, വെലോസിറ്റി കുറഞ്ഞാൽ നമ്മൾ പറയും ആ മോഷൻ ആക്സിലറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡീസിലറേറ്റഡ് ആണെന്ന് പറയും. ശരിയല്ലേ? വെലോസിറ്റി യൂണിഫോം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വരുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് എന്ന റേഷ്യോ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിശേഷിപ്പിക്കും. ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുമ്പോൾ വടി മീൻ ബൈ യൂണിഫോം ആക്സിലറേഷൻ? വെലോസിറ്റി ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് ഒരുപോലെയാണെങ്കിൽ, ശരിയല്ലേ? അതത് ടി സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച് എത്രയോ, എല്ലാ ടി സെക്കൻഡിലും അതേ ചേഞ്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയും ദറ്റ് ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. നോർമലി അതിൽ വരാവുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൊറിസോണ്ടലായ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ, നമ്മൾ ബോഡി ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഒരു ഇൻസ്റ്റൻറ്റിൽ അതിനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ അതിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി എന്ന് പറയുന്നത് അറിയാമല്ലോ, റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? സ്പീഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഞാൻ ആ വെലോസിറ്റിക്ക് യു എന്നൊരു സിമ്പൽ എടുക്കുന്നു. യു സ്റ്റാൻഡ്സ് ഫോർ ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി എന്നല്ല, നമ്മൾ ആദ്യം ബോഡിയെ ഒബ്സേർവ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റിയാണ്. ഒബ്സേർവ് ചെയ്യുന്ന 10 o'clock എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി യു എന്ന് മാർക്ക് ചെയ്യുന്നു. ആഫ്റ്റർ 1 hour, അതായത് 11 o'clock വീണ്ടും നമ്മൾ ബോഡിയെ ഒന്നുകൂടി ഒബ്സേർവ് ചെയ്യുന്നു എന്ന് സങ്കല്പിച്ചാൽ ആ പോയിൻ്റ് വെലോസിറ്റിക്ക് മറ്റൊരു സിമ്പിൾ ഇടാം. ടേക്ക് ഇറ്റ് ആസ് വി. ബുക്കിലൊക്കെ യുവിനെ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എന്നും വി ഫൈനൽ വെലോസിറ്റി എന്നും വിശേഷിപ്പിക്കും. യുവിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്നും വി ഫൈനൽ വെലോസിറ്റി എന്നും വിശേഷിപ്പിക്കും. ഓക്കെ, ഈ യു മുതൽ വി വരെ ബോഡിക്കുണ്ടായ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലേ? ഈ യു മുതൽ വി വരെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, ടേക്ക് ഇറ്റ് ആസ് സം എസ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇത് ഇനിഷ്യൽ പോയിൻ്റ് അല്ലേ, ഇത് ഫൈനൽ പോയിൻ്റ് അല്ലേ? അപ്പോൾ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോർട്ട് കട്ടിനെ വിളിക്കുന്നവർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വെലോസിറ്റി എന്താണെന്ന് പരിചയപ്പെടുത്തി. ആക്സിലറേഷൻ വെലോസിറ്റിക്കുണ്ടായ ചേഞ്ചിൻ്റെ റേറ്റ് ആണ്. അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. ആക്സിലറേഷൻ്റെ സിമ്പിൾ എ എന്ന് മാർക്ക് ചെയ്യുന്നു. എക്ക് ചേഞ്ച് ഇല്ല. വൈ? മോഷൻ ഈസ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഈ യു മുതൽ വി വരെ ബോഡി പോകാനെടുക്കുന്ന ഒരു ടൈം ഇൻ്റർവൽ ഉണ്ടാകുമല്ലോ. ആദ്യം 10 o'clock വെലോസിറ്റി ഇതും 11 o'clock വെലോസിറ്റി ഇതുമാണെങ്കിൽ 1 hour ആണ് ടൈം ഇൻ്റർവൽ അല്ലേ? ശരിയല്ലേ? എനിവേ ടേക്ക് ഇറ്റ് ആസ് സം ടി. ഇത്രയും സിമ്പിളാണ് ആക്ച്വലി നമുക്ക് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടത്. ഐ റിപ്പീറ്റ്, യു ഈസ് ഇനിഷ്യൽ വെലോസിറ്റി, വി ഈസ് ഫൈനൽ വെലോസിറ്റി, എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, A is the uniform acceleration, and T is the time taken to change the velocity from U to V. U എന്ന ഇനിഷ്യൽ വെലോസിറ്റി മുതൽ V എന്ന ഇനിഷ്യൽ ഫൈനൽ വെലോസിറ്റി വരെ ചേഞ്ച് ചെയ്യാൻ T ടൈം എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. നമുക്കിതിൽ അറിയാവുന്ന ബേസിക്കായ ആദ്യ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ, V ഫൈനൽ വെലോസിറ്റി അല്ലേ, U ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ, T അതിൻ്റെ ടൈം അല്ലേ. സോ A is equal V minus U divided by T ആണ് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. വി ഗ്രേറ്റർ ദാൻ യു ആണെങ്കിൽ അത് ആക്സിലറേഷൻ ആണ്. വി ലെസ് ദാൻ യു ആണെങ്കിൽ അത് ഡീസിലറേഷൻ ആണ്, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ശരിയല്ലേ? ഫൈനൽ വെലോസിറ്റി കുറവാണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവാണ്, ഫൈനൽ കൂടുതലാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവാണ്. യു വിയോട് ഈക്വൽ ആണെങ്കിൽ ആ ബോഡിക്ക് ആക്സിലറേഷൻ ഇല്ല. നമ്മൾ പറയും ദറ്റ് ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. ദറ്റ് ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതുപോലെ ഈ ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു, അതിനും ഒരു ഫോർമുലയുണ്ട്, അതും എടുത്തതാണ്. എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം എന്ന് എടുത്താൽ മതി. ആരാ? യു പ്ലസ് വി ബൈ 2, ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 അല്ലേ? അത് ബോഡിയുടെ ആവറേജ് വെലോസിറ്റി അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ദ പ്രോഡക്റ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി ആൻഡ് ടൈം ടേക്കൺ, or average velocity is always the ratio between total displacement and total time taken. ശരിയല്ലേ?
യൂണിഫോം ആക്സിലറേഷൻ്റെ കേസിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ആവറേജ് വെലോസിറ്റി ഇൻ ടൈം ടേക്കൺ എന്നെടുക്കാം. ഇത്രയും സിമ്പിളുകളാണ്. യു ഇനിഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, എ യൂണിഫോം ആക്സിലറേഷൻ, എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ടി ദ ടൈം ടേക്കൺ ഫോർ ദ വെലോസിറ്റി ചേഞ്ച്. അവിടെ ബേസിക്കലി ആക്സിലറേഷൻ ഈസിക്കൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ ആൻഡ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻ ടൈം ടേക്കൺ ആൻഡ് ആവറേജ് വെലോസിറ്റി ഈസ് ആക്ച്വലി യു പ്ലസ് വി ബൈ 2 എന്ന് കിട്ടും. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി 3 ഇക്വേഷനും അതിൻ്റെ ഒരു സബ് ഡിവിഷനും വരും. ആൻഡ് വി ക്യാൻ ടേക്ക് ഫസ്റ്റ് വൺ, വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ, അഗെയിൻ വി ക്യാൻ ടേക്ക് എ സെയിം സ്ട്രൈറ്റ് ലൈൻ ആൻഡ് initial velocity can be taken as u, final velocity can be taken as v, uniform acceleration is a, and time taken for the program is t. ഞാനവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തില്ല. നമുക്ക് വേണ്ട വെലോസിറ്റി ടൈം റിലേഷനാണ്. വെലോസിറ്റിയും ടൈമും തമ്മിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ല. നമുക്ക് ആക്സിലറേഷൻ്റെ ബേസിക് ഫോമുല വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ a is equal to ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ശരിയല്ലേ? ആൻഡ് ഓൺ ക്രോസ് മൾട്ടിപ്ലൈയിങ് വി മൈനസ് യു ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് കിട്ടും. ഓർ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് വെലോസിറ്റി ടൈം റിലേഷൻ. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? ഒരു ബോഡി ഇനിഷ്യൽ വെലോസിറ്റിയും അതിൻ്റെ യൂണിഫോം ആക്സിലറേഷനും അറിയാമെങ്കിൽ ടി സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഈ ഫോമുല യൂസ് ചെയ്യാം. ശരിയല്ലേ? ഇനിഷ്യലി ആദ്യം ഒബ്സേർവ് ചെയ്യുമ്പോൾ ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ടാകും. ബോഡിയുടെ ആക്സിലറേഷൻ്റെ യൂണിഫോം ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ ടി എന്ന ടൈം ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ ആ ബോഡിക്ക് എത്ര വെലോസിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാൻ വി ഇസിക്കൽ യു പ്ലസ് 8t എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ടൈം റിലേഷൻ. അതിനൊരു ഡെറിവേഷൻ എന്ന് പറയാനില്ല. ഡയറക്റ്റ് ആൻസർ ഫ്രം ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന ഐഡിയ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് ഡയറക്റ്റ് എടുക്കാവുന്ന സിമ്പിളായ ഇക്വേഷൻ അല്ലേ അത്. ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ദി ഇനിഷ്യൽ വാല്യൂ. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇനിഷ്യൽ വാല്യൂ. ഓക്കെ അല്ലേ? വെലോസിറ്റി ടൈം റിലേഷന് മറ്റൊരു ഇക്വേഷൻ്റെ ആവശ്യമില്ല. ആക്സിലറേഷൻ ഡയറക്റ്റ് ഫോമുല എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ആൻസർ കിട്ടും. ആൻഡ് നെക്സ്റ്റ് കേസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. അഗെയിൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. u is the initial velocity, v the final velocity, s is the displacements, and t the time taken for that. A is the uniform acceleration. S is given by the familiar formula. S is equal to u plus v divided by 2 into t എന്നല്ലേ. But v is already calculated. v is equal to u plus a t. ഇത് വെലോസിറ്റി ടൈം റിലേഷനാണ്. പ്രീവിയസ് കേസിൽ നമ്മളത് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഐസിൻ്റെ ഫോമുലയിൽ വി യു പ്ലസ് 8t വെച്ചൊന്ന് റീപ്ലേസ് ചെയ്യാം. സോ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി എന്നല്ല, വിക്ക് പകരം യു പ്ലസ് 8t എന്നിടാം. യു പ്ലസ് 8t ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം എന്നെടുക്കും. ഓർ ദറ്റ് ഈസ് ഈക്വൽ ടു 2u പ്ലസ് 8t ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓർ എസ് ഈസ് ഈക്വൽ ടു 2ut പ്ലസ് 8t സ്ക്വയർ ആൾ ഡിവൈഡ് ബൈ 2 എന്നാണ് കിട്ടുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഫൈനൽ ആൻസർ ഫോർ എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് 8t സ്ക്വയർ ആണ്. എന്താ? ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ടൈം ടേക്കൺ ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞ ടൈം ഇവിടെ ആവശ്യമില്ല.
ഒരു ബോഡി യൂണിഫോംലി ആക്സിലറേറ്റ് മോഷൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ആ ബോഡിയുടെ യൂണിഫോം ആക്സിലറേഷൻ അറിയാമെങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് ആ ബോഡി കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ (u(t + ½ എന്ന ഫോർമുല യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ വിളിക്കുന്ന പേര് പൊസിഷൻ ടൈം റിലേഷൻ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ടൈമിനനുസരിച്ച് ബോഡിക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഈ ഫോർമുല യൂസ് ചെയ്യാം. എന്തൊക്കെ അറിയണം? ഇനിഷ്യൽ വെലോസിറ്റി അറിയണം, യൂണിഫോം ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, ഏത് ടൈമിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ ആ ഇൻ്റർവെൽ നമുക്കറിയണം. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. യൂണിഫോംലി ആക്സിലറേറ്റ് മോഷൻ സെക്കൻഡ് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ ആണ്. ദറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ (u(t + ½ അതെടുക്കണമെങ്കിൽ ഓൾറെഡി എടുത്ത v = u + t എന്ന ഫോർമുല യൂസ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് തേർഡ് വൺ നമുക്ക് ഫിഗർ ഇല്ലാതെ ഡെറൈവ് ചെയ്യാം. v is actually equal to u + t എന്നാണ്. വിച്ച് ഇക്വേഷൻ? സിമ്പിൾ, വെലോസിറ്റി ടൈം റിലേഷൻ. ഞാൻ ഇക്വേഷൻ ഒന്ന് സ്ക്വയർ ചെയ്യാണ്. v² is equal to u + at the whole square അല്ലേ. ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ദ ഫോം a + b the whole square. a + b whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ v² is equal to u² + 2u × at + a² t² എന്ന് കിട്ടും. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നു. v² is equal to u² + 2a × ut + ½ t² എന്ന് കിട്ടും. ഞാൻ 2a കോമൺ ആക്കിയിട്ട് ഇവിടുന്ന് 2a എടുക്കുന്നു. 2a എടുത്താൽ പിന്നെ വരുന്നത് ut ആണ്. അവിടെ നിന്ന് 2a എടുത്താൽ പിന്നെ വരുന്നത് ½ t² ആണ്. ഡൗട്ട് വന്നാൽ തിരിച്ചിട്ട് ചെയ്യാം. 2a × ut will give 2uat and 2a × ½ t² will give a² t². 2 ക്യാൻസൽ ആയി പോകും. ഈ ut + ½ t² ആക്ച്വലി ആരാണ്? അത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ലേ, എസിൻ്റെ ഇക്വേഷൻ അല്ലേ. എസ് (ut + ½ t² അല്ലേ. അപ്പോൾ ദ ടേം ഇൻസൈഡ് ബ്രാക്കറ്റ് ഈസ് ആക്ച്വലി എസ്. അങ്ങനെ വന്നാൽ v² is equal to, സിമ്പിൾ ആൻസർ, v² is equal to u² + 2as എന്ന് കിട്ടും. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ദറ്റ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി അറിയാമെങ്കിൽ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി ലൊക്കേറ്റ് ചെയ്യാൻ ഈ ഫോർമുല യൂസ് ചെയ്യാം. ഏത് ക്വാണ്ടിറ്റി വേണ്ട, നമുക്ക് ടൈം ഇൻ്റർവെല്ലിൽ വേണ്ട, ടൈം ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി അറിയണം, യൂണിഫോം ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, എസ് എന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ v² = u² + 2as യൂസ് ചെയ്യാം. ഈ ഇക്വേഷനെ നമുക്ക് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്ന് പറയാം. ഡെറിവേഷൻ അല്ല പ്രാധാന്യം, ഇക്വേഷനും അതിൻ്റെ സിമ്പിളും അതിൻ്റെ മീനിങ്ങും മാത്രമാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് വെലോസിറ്റി ടൈം റിലേഷൻ, v = u + t. Second one, displacement time relation, s = ut + ½ t². Third one, velocity displacement relation, v² = u² + 2as. ബേസിക്കലി 3 ഇക്വേഷൻ പറയുമ്പോഴും അവിടെ ഒരു അഡീഷണൽ ഇക്വേഷൻ കൂടെ വരുന്നു. വിച്ച് വൺ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ nth സെക്കൻഡ്സ്. nth എന്ന് പറയുമ്പം ദർ ഇസ് എ മീനിങ് ഫോർ ദാറ്റ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി ടേക്ക് ഇറ്റ് ആസ് 0. ഐ മീൻ ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. ഒരു കാറ്, ഒരു ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എന്നെടുക്കാം. ശരിയല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നെടുക്കാം. ആ ബോഡിക്ക് ഒരു യൂണിഫോം ആക്സിലറേഷൻ എയുടെ വാല്യൂ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് സം 2 m/s². ഓക്കെ. യൂണിഫോം ആക്സിലറേഷൻ മീൻസ് it remains constant throughout the motion. എനിക്ക് t = 1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. 1 സെക്കൻഡിൽ ആ ബോഡിക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് സം s is equal to 0 + ഇക്വേഷൻ ut + ½ t² അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ അല്ലേ. s = ut + ½ t² അല്ലേ. u 0 അല്ലേ. അപ്പോൾ 0 + ½ × 2 × 1² എന്ന് കിട്ടും. ശരിയല്ലേ? And that is finally s is equal to 1 meter. 2 and 2 cancels. Answer is 1² or 1 meter. എനിക്ക് 2 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. 2 seconds displacement, take it as some s dash. S dash is equal to 0 + ½ × 2 × 2² എന്ന് കിട്ടും.
2 and 2 cancels. That means S dash is equal to 4 എന്ന് കിട്ടും. What do you mean by that? ആദ്യത്തെ 1 സെക്കൻഡിൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്ററാണ്. എന്നാൽ ആദ്യത്തെ 2 സെക്കൻഡിൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 4 മീറ്ററാണ്. റൈറ്റ്? ആദ്യത്തെ 1 സെക്കൻഡിൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 4 മീറ്ററാണ്. അതിന് മീനിങ് എന്താ? ആദ്യത്തെ 1 സെക്കൻഡിൽ എത്രയാണ് കവർ ചെയ്തത്? അതിൻ്റെ 3 ഇരട്ടിയാണ് അടുത്ത സെക്കൻഡിൽ കവർ ചെയ്യുക. ഐ മീൻ ഓരോ സെക്കൻഡിലും ബോഡി കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ അല്ല. ഫസ്റ്റ് 1 സെക്കൻഡിൽ 1 മീറ്റർ കവർ ചെയ്താൽ ഫസ്റ്റ് 2 സെക്കൻഡ്സിൽ 4 മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ബോഡി കവർ ചെയ്ത് 3 മീറ്ററാണെന്ന് ഉറപ്പല്ലേ? ഇത് ആക്സിലറേറ്റഡ് മോഷൻ്റെ പ്രത്യേകതയാണ്. ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഈസ് എൻറ്റയർലി ഡിഫറൻസ്. ആദ്യത്തെ 1 സെക്കൻഡിൽ പോയ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണോ അതല്ല അടുത്ത സെക്കൻഡിൽ പോവുക. 3rd സെക്കൻഡിൽ പോകുന്ന മറ്റൊരു ലെങ്ത് ആയിരിക്കാം. 4th സെക്കൻഡിൽ ദർ ക്യാൻ ബി അനദർ വാല്യൂ. അതിന് മീനിങ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ അല്ല, യൂണിഫോം വെലോസിറ്റി അല്ല, ഇത് ആക്സിലറേറ്റഡ് മോഷനാണ്. ശരിയല്ലേ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര പോയെന്ന് ചോദിച്ചാൽ 1 മീറ്ററാണ്. ഫസ്റ്റ് 2 സെക്കൻഡ്സിലെ ചോദിച്ചാൽ അത് 4 മീറ്ററാണ്. അപ്പം എക്സാമ്പിളിൽ രണ്ടാമത്തെ സെക്കൻഡിലെ മാത്രം ചോദിച്ചാൽ ആൻസർ ഈസ് വെരി സിമ്പിൾ. 4 മീറ്റർ മൈനസ് 1 മീറ്റർ അല്ലേ? അത് 3 മീറ്റർ അല്ലേ? യെസ് ഓർ നോ? അതുപോലെ നമ്മളോട് 9th സെക്കൻഡിൽ എത്ര പോയെന്ന് ചോദിക്കുക. 9th. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 9 സെക്കൻഡ്സിലേക്ക് കാണണം, ഫസ്റ്റ് 8 സെക്കൻഡ്സിലേക്ക് കാണണം, എന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് എന്താണ്? 9th സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുകയല്ലേ? ആദ്യം 8 സെക്കൻഡിലെ കാണുമ്പോൾ ഒരു ഇക്വേഷൻ ഒരു വാല്യൂ കിട്ടും. ആദ്യത്തെ 9 സെക്കൻഡിലെ കാണുമ്പോൾ വേറൊരു വാല്യൂ കിട്ടും. ആദ്യത്തെ 8 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യത്തെ 9 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പം 9th 9th സെക്കൻഡിലെ കിട്ടും. ആ 9th പകരമാണ് ഞാൻ ജനറലി nth എന്ന് യൂസ് ചെയ്തത്. nth. 20th സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് 20 സെക്കൻഡ്സിലെ ആദ്യം കണ്ടുപിടിക്കണം, ഫസ്റ്റ് 19 സെക്കൻഡ്സിലെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവർ നമ്മൾ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ കറക്റ്റ് 20th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് പോരും. കറക്റ്റ് അല്ലേ? അപ്പോൾ nth സെക്കൻഡിലെ കണ്ടുപിടിക്കാൻ എന്താണ് വഴി? ജനറലി ഞാനത് ഡെറൈവ് ചെയ്യുന്നൊന്നുമില്ല. nth സെക്കൻഡ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. 9th സെക്കൻഡിലെ വേണമെങ്കിൽ ഫസ്റ്റ് 9 സെക്കൻഡ്സിലെ കാൽക്കുലേറ്റ് ചെയ്യുക, ഫസ്റ്റ് 8 സെക്കൻഡ്സിലെ കാൽക്കുലേറ്റ് ചെയ്യുക, മൈനസ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ nth സെക്കൻഡിൽ വേണമെങ്കിലോ ഫസ്റ്റ് n സെക്കൻഡ്സിലെ കണ്ടുപിടിക്കുക, പിന്നെ ഫസ്റ്റ് n-1 സെക്കൻഡ്സിലെ കണ്ടുപിടിക്കുക, എന്നിട്ട് മൈനസ് ചെയ്യുക. ശരിയല്ലേ? ഫസ്റ്റ് n സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ടേക്ക് ഇറ്റ് ആസ് സം s is equal to n സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ t can be replaced by n. അപ്പോൾ u into n പ്ലസ് ഹാഫ് ഇൻറ്റു a into n സ്ക്വയർ ആണ്. റൈറ്റ്? യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയറിൽ ടിയെ ഞാൻ n എന്നൊരു നമ്പർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ഫസ്റ്റ് n-1 സെക്കൻഡ്സിൽ വേണം. ടേക്ക് ഇറ്റ് ആസ് സം s ഡാഷ് u into n-1 പ്ലസ് ഹാഫ് ഇൻറ്റു a into n-1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമ്പർ ഇട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. എനിക്ക് 9th സെക്കൻഡിലെ വേണം എന്നിരിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് 9 സെക്കൻഡ്സ് ആൻഡ് നെക്സ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് 8 സെക്കൻഡ്സ്. Then take their difference to get displacements in the 9th seconds, right? So to calculate displacement in nth seconds, first of all you have to calculate displacement in the first n seconds, and that is given to the equation un plus half a n square. If u is the initial velocity, a is the acceleration, and the distance displacement in the first n seconds is given by this equation. And next you have to calculate displacement in the first n-1 seconds. Now you have to replace n by n-1 to get some s dash. Then to calculate Sn, what do you mean by Sn? Displacement in the nth seconds. What do you do? S dash minus s എന്നെടുത്താൽ പോരെ? S dash minus s. ആദ്യത്തെ n സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ആദ്യത്തെ n-1 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ചെയ്താൽ nത്തിലേക്ക് കിട്ടുമെന്നാണ്. ഞാൻ ഈക്വേഷൻ അത് സ്ക്വയർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നില്ല. ആൻഡ് യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ ഫോർ Sn. Sn ഈസ് ഈക്വൽ ടു u പ്ലസ് a by 2 into 2n-1. Fourth equation of motion to calculate displacements in the nth seconds. Fourth equation of motion to calculate displacements in the nth seconds. So actually there are 3 basic formula
ആൻഡ് വൺ അഡീഷണൽ ഫോർമുല. ഈ ഫോർമുല എടുത്തത് നമ്മുടെ c=ut+12at² എന്ന ഫോർമുലയുടെ ഒരു സബ് ഡിവിഷനായിട്ടാണ്. ശരിയല്ലേ? സോ എന്താ അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്? ഹൊറിസോണ്ടലായ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി u എന്നെടുക്കുന്നു, അടുത്ത ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി v എന്നെടുക്കുന്നു. ബോഡിക്ക് യൂണിഫോം ആക്സിലറേഷൻ, ടേക്ക് ഇറ്റ് ആസ് സം a, and t is the time taken for the purpose and s is the total displacement during this interval. Equations ഏതൊക്കെ അറിയണം? v s is equal to u plus v by 2 into t. Total displacement is always equal to average velocity into time taken. Acceleration ഇല്ലാതെ യും വിയും എസും ടിയും തമ്മിൽ ഒരു കണക്ഷൻ. ദറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ v ഇസ് ഈക്വൽ ടു u പ്ലസ് എ ടി എന്ന് പറയപ്പെടുന്ന വെലോസിറ്റി ടൈം റിലേഷനാണ്. ആൻഡ് ദിസ് ഫോർമുല അറൈസസ് ഫ്രം ദ ബേസിക് ഫോർമുല v മൈനസ് u by t is equal to a. Acceleration is the rate of change of velocity എന്ന ഐഡിയയിൽ കിട്ടിയ റിസൾട്ട് മാത്രമാണ്. ഫസ്റ്റ് ഇക്വേഷന് അതിൻ്റെ ആവശ്യമില്ല, ആക്സിലറേഷൻ്റെ ആവശ്യമേ ഇല്ല. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻ ടൈം ടേക്കൺ. ഇഫ് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ദെൻ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 എന്നെടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഈസ് നോൺ ആസ് വെലോസിറ്റി ടൈം റിലേഷൻ. ആൻഡ് തേർഡ് ഇക്വേഷൻ s is equal to ut plus half at². Second equation is known as displacement time relation. Displacement time relation. And fourth one, velocity displacement relation, v² is equal to u² plus 2as. Fourth one, v² is equal to u² plus 2as. And using this equation, we can deduce an additional equation to calculate displacement in the nth seconds. That is, Sn is equal to u plus a by 2 into 2n minus 1. എന്താ ഈ ഇക്വേഷൻ്റെ അഡ്വാൻറ്റേജ്? ഇവിടെ n×9 എന്നിട്ടാണ് കിട്ടുന്നത് 9 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, 9th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റാണ്. n×4 ഇട്ടാണ് കിട്ടുന്നത് 4 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, 4th സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. എന്നാൽ ഇവിടെ ടിക്ക് 4 ഇട്ടാണ് കിട്ടുന്നത് 4th സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, മറിച്ച് ഫസ്റ്റ് 4 സെക്കൻഡ്സിൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. നോട്ട് ദ ഡിഫറൻസ്. ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ ഗിവൺ ടൈം ഇൻ്റർവൽ is the displacement in the given seconds, given particular seconds, nth seconds. ഏത് സെക്കൻഡിലെയാണോ വേണ്ടത് ആ സെക്കൻഡ് മാത്രം. 41ാമത്തെ സെക്കൻഡിൽ വേണമെങ്കിൽ ആദ്യത്തെ 41 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് ആദ്യത്തെ 40 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് അത് മൈനസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഈ ഫോർമുലയിൽ ടേക്ക് ഇറ്റ് ആസ് n as 41. n ന് 41 എന്നിട്ടാൽ കറക്റ്റ് 41st സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റിങ് പോരുമെന്നാണ് പറയുക. 1, 2, 3, 4, 5 ഇക്വേഷൻ. ഇത് ആക്സിലറേഷൻ ഇല്ലാതെ ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ കണ്ടീഷൻ. മോഷൻ മസ്റ്റ് ബി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. വേരിയബിൾ ആക്സിലറേഷൻ അല്ല, യൂണിഫോംലി ആക്സിലറേറ്റ് മോഷൻ ആയിരിക്കണം. ഇത് വെലോസിറ്റി ടൈം റിലേഷൻ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, ഇത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ്സ്. ഈ കേസിൽ ഒരു എക്സ്ട്രാ കേസുണ്ട്, ഒരു എക്സെപ്ഷൻ. മോഷൻ അണ്ടർ ഗ്രാവിറ്റി. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ കയറി നിന്നിട്ട് ഒരു ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നിന്നിട്ട് ഒരു കയ്യിൽ നിന്നൊരു പെൻ, ഒരു ബോൾ, ഒരു സ്റ്റോൺ പീസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ, ഒരു ചെറിയ കേസാണ്, ഹയർ ആപ്ലിക്കേഷൻ വരെ പഠിക്കാനുണ്ട് നമുക്ക്. ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ, ഡ്രോപ്പ് ചെയ്തു എന്ന് എവിടെ പറഞ്ഞാലും അതിന് ഇനിഷ്യലി വെലോസിറ്റി ഒന്നും ഇല്ല എന്നാണ്. നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി ഇല്ലെങ്കിലും ആ ബോഡി താഴേക്ക് വന്നുകൊണ്ടിരിക്കും, അതിന് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഒരു സ്റ്റോൺ പീസ് ആണെങ്കിൽ അത് ഒരാളുടെ തലയിൽ വന്ന് വീണാൽ തീർച്ചയായിട്ടും കാര്യമായ എഫക്റ്റ് ഉണ്ടാവും. കയ്യിൽ നിന്ന് വിടുമ്പോൾ വെലോസിറ്റി ഇല്ലെങ്കിലും ഗ്രൗണ്ടിൽ വരുമ്പോൾ നല്ലൊരു വെലോസിറ്റി ഇല്ലേ? 2ാം നിലയിൽ നിന്ന് ഇടുന്ന ബോളിനേക്കാളും വെലോസിറ്റി കാണും 3ാം നിലയിൽ നിന്ന് ഇട്ടാൽ താഴെ വരുമ്പോൾ. അതിൻ്റെ മീനിങ് എന്താ? ആ മോഷനും ആക്സിലറേറ്റഡ് അല്ലേ? ശരിക്കും ആരാ ബോഡിയെ ആക്സിലറേറ്റ് ചെയ്യിക്കുക? നമുക്കറിയാം, എർത്ത് ആ ബോഡിയെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ശരിയല്ലേ? അപ്പോൾ ഏത് ബോഡി ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്താലും ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താലും ആ മോഷൻ എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് ആണ്.
ആ ആക്സിലറേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെയാണ് ബോഡി മൂവ് ചെയ്യുക. ബോഡി വന്ന് ഗ്രൗണ്ടിൽ വീഴുന്നു എന്നിരിക്കട്ടെ. പഠിപ്പിച്ച എല്ലാ ഐഡിയയും ഇവിടെ ആപ്ലിക്കബിളാണ്. ഇനിഷ്യൽ വെലോസിറ്റി ഡ്രോപ്ഡ് ബോഡി ആണെങ്കിൽ അതിന് 0 എന്നെടുക്കാം കേട്ടോ. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഞാൻ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി ഡ്രോപ്പ് ചെയ്യുമല്ല പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ യൂണിറ്റ് വെലോസിറ്റി ഉണ്ടാവും, അതവർ തരും. ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ വെലോസിറ്റി v ഉണ്ടാവും. ഈ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. അതിൻ്റെ സിമ്പിൾ a അല്ല, ജനറലി അതിന് g എന്നെടുക്കുക. അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻറ്റാണ്. അതിൻ്റെ കറക്റ്റ് വാല്യൂ എർത്തിൻ്റെ സർഫസിനോടടുത്ത ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² എന്നെടുക്കണം. അപ്പോൾ എന്താ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞേ? ഒരു ബോഡി എർത്തിൻ്റെ അട്രാക്ഷൻ്റെ പേരിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ അത് ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ അവർ തരികയില്ല. ദാറ്റ് വി ഹാവ് ടു ബൈ ഹേർട്ട്. ദാറ്റ് acceleration is called acceleration due to gravity and its value is 9.8 m/s². m/s² is the SI unit of acceleration. ചില പ്രോബ്ലത്തിൽ അത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ 10 m/s² ആക്കി എടുക്കാറുണ്ട്. 9.8 10 കാൽക്കുലേഷൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും എസ് ഓർ എച്ച് എന്ന് വെക്കാം. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആയതുകൊണ്ട് എച്ച് ജനറലി എസ് തന്നെയാണ് കേട്ടോ. അപ്പം അത് t ടൈമിലാണ് ബോഡി വരുന്നതെന്നിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും നോക്കി ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഒരു പക്ഷേ അത് 0 ആവാം. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, അതിനൊരു പക്ഷേ എച്ച് എന്ന സിമ്പിൾ യൂസ് ചെയ്യാം. ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ആക്സിലറേഷന് പകരം g എടുക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കണം. t എന്ന് പറയുന്നത് ടൈം ടേക്കൺ, ഇവിടുന്ന് ഇവിടം വരെ വരാനെടുക്കുന്ന ടൈമാണ്. ഈ കേസിൽ നമ്മൾ ആ ഫോർമുല എഴുതുവാണെങ്കിൽ, നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതുവാണെങ്കിൽ ആദ്യ ഇക്വേഷൻ v = u + gt എന്നാണ് എഴുതേണ്ടത്. u0 ആണെങ്കിൽ സിമ്പിളി അത് gt എന്ന് കിട്ടും. ഉണ്ടോ? v = u + 8t ആണ്. a അവർ തരികയല്ല, എയുടെ വാല്യൂ ജിക്ക് പകരം 9.8 m/s² അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 10 m/s². രണ്ടാമത്തെ ഫോർമുല എഴുതുമ്പോൾ h = ut + ½ gt² എന്ന് എഴുതണം. h = ut + ½ at². ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. മൂന്നാമത്തെ ഫോർമുല എഴുതുമ്പോൾ v² = u² + 2gh എന്നെഴുതണം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ v² = u² + 2s. നാലാമത്തെ ഫോർമുല എഴുതുമ്പോൾ Sn = u + g/2 × 2n - 1 എന്ന് എഴുതണം. പുതിയ ഐഡിയ ഒന്നുമില്ല. എന്താണ് a എന്ന് പറയുന്ന ആക്സിലറേഷന് പകരം നമ്മൾ g എന്നൊരു സിമ്പിൾ യൂസ് ചെയ്യണമെന്നും അതവർ തരികയില്ലെന്നും അത് g 9.8 m/s² ഓർ 10 m/s² അപ്രോക്സിമേറ്റ്ലി യൂസ് ചെയ്യണമെന്നുമാണ്. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ഒരു കേസ് ആണിത്. ഐ മീൻ ഒരു h ഹൈറ്റ്, ആ ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഒരാൾ u എന്ന വെലോസിറ്റി താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയോ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുന്നതും ആക്സിലറേറ്റഡ് ആണ്. അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ്. അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്. എർത്തിൻ്റെ സർഫസിനോട് വളരെ അടുത്താണെങ്കിൽ അപ്പോൾ അത് g എന്ന സിമ്പിൾ ഉപയോഗിച്ച് 9.8 m/s² എന്ന വാല്യൂ ഉപയോഗിച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇക്വേഷൻസ് ഓഫ് മോഷൻ എല്ലാം അവിടെ റീപ്ലേസ് ചെയ്യാം. a എന്ന് പറയുന്ന സിമ്പിളിന് പകരം g ഇടാം, എസ്സിന് പകരം വേണമെങ്കിൽ h ഇടാം. കാരണം എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഒരു ടവറിൻ്റെ ഹൈറ്റോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റോ ഒക്കെ തരുമ്പോൾ എസ്സിന് ബുക്കിലൊക്കെ ചിലപ്പോൾ h എന്ന സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ചേഞ്ച് ഈ കേസിൽ അറിയണം. 4 ഇക്വേഷനും ഇവിടെയും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഏതൊക്കെയാണ്? വെലോസിറ്റി ടൈം റിലേഷനും, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷനും, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ്സ് എന്ന ഐഡിയയും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഡെറിവേഷൻ എന്നൊക്കെ പറയുന്നത് അതിനല്ല പ്രാധാന്യം, ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഐഡിയ അല്ലേ. നമുക്ക് ഇക്വേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടി ഈ ഫോർമുല വെച്ചുകൊണ്ട് ഒരു 2-3 ചെറിയ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻ സ്ട്രോങ് ആകാനല്ല, ഇക്വേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടാം. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുക. ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കുമ്പോൾ അത് സ്ട്രോങ് ആകാൻ വേണ്ടിയാണ്. എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്.
ഡ്രോപ്ഡ് എന്ന് കാണുമ്പോഴേ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കയ്യിൽ നിന്ന് വെറുതെ വിടുന്നു എന്നാണ്, റിലീസ് ചെയ്യുന്നു എന്നാണ് കേട്ടോ, പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നല്ല. അതിൻ്റെ മീനിങ് അതിന് ഇനിഷ്യലി വെലോസിറ്റി ഇല്ല എന്നാണ്. ആദ്യം ഒബ്സേർവ് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 എന്നെടുക്കുക. അപ്പോൾ ആദ്യ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് U0 എന്ന് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഫ്രം എ ഹൈറ്റ് ഓഫ് 490 meter ഫ്രം ദ ഗ്രൗണ്ട് ഇറ്റ് വിൽ ഹിറ്റ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ എ ടൈം. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലാക്കി നമ്മൾ എടുക്കുന്നു. h ഹൈറ്റിൽ നിന്ന് ബോഡി റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. വൈ? ഇറ്റ് ഈസ് എ ഡ്രോപ്ഡ് ബോഡി, സോ യു ക്യാൻ ബി ടേക്കൺ ആസ് 0. ബോഡിക്ക് ആക്സിലറേഷൻ തരേണ്ട ആവശ്യമില്ല. വൈ? ബോഡി ഈസ് അണ്ടർ ഗ്രാവിറ്റി എലോൺ. ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ആക്സിലേഷൻ, അത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. ടേക്ക് ഇറ്റ് ആസ് സം g. ജിയുടെ വാല്യൂ നമുക്ക് 9.8 meter/second². അപ്രോക്സിമേറ്റ്ലി വേണമെങ്കിൽ 10 എടുക്കാമെന്ന് പറയുന്നു. ആൻഡ് ഫൈനൽ വെലോസിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് v. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് h. നമ്മൾ ആ ടവറിൻ്റെ അല്ലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആക്കി എടുക്കുന്നു. ഇറ്റ് വിൽ ഹിറ്റ് ദ ഗ്രൗണ്ട് ആഫ്റ്റർ എ ടൈം. U is given as 0 and h is given as 490 meter, right? h ബോഡിക്കുണ്ട ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. ഇത് നമ്മൾ ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് വിളിക്കും കേട്ടോ. നമുക്ക് വേണ്ടത് ടൈം ടേക്കണാണ്. എയുടെ വാല്യൂ g അല്ലേ, അത് 9.8 meter/second² അല്ലേ. ടൈമാണ് വേണ്ടത്. ഏത് ഇക്വേഷൻ്റെ ഹെൽപ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ v = +8t. അതിൽ നമുക്ക് ഒരു കിലോ ആപ്ലിക്കബിൾ അല്ലേ, കാരണം v is not given. അടുത്ത് s = ut + ½ അല്ലേ. s അറിയാം, u അറിയാം, a അറിയാം. s അറിയാം, u അറിയാം, a അറിയാം. അപ്പോൾ s = ut + ½ ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പോൾ തരുന്ന ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇക്വേഷൻസിൽ ഏതാണ് ആപ്ലിക്കബിൾ എന്നറിയണം. t ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ, ആൻഡ് ആക്സിലറേഷൻ ഈസ് ആക്ച്വലി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് ഈസ് എ നോൺ വാല്യൂ 9.8 meter/second² vertically down. And you can use the equation s = ut + ½ h is equal to ut + ½ gt² എന്നാണ് ഇക്വേഷൻ. u can be taken as 0, so 0 plus half into g into t² എന്നാണ്. h is given as 490. So 490 is equal to half into 9.8 into t². 490 is equal to half into 9.8 into t² എന്ന് കിട്ടും. ആക്ച്വലി ഈ ഹാഫ് ഇൻറ്റു 9.8 എന്ന് പറഞ്ഞാൽ അത് 4.9 ആണ്. സോ 490 is equal to 4.9 into t² അല്ലേ. 490 is equal to 4.9 into t² ആണെങ്കിൽ t² is equal to t² is equal to 490 divided by 4.9 അല്ലേ. 490 by 4.9 എന്ന് പറഞ്ഞാൽ അത് 100 ആണ്. t² is equal 100 എന്ന് കിട്ടും. or t equal 10 seconds. 10 seconds is the right answer for the question using the basic formula is equal to t + ½ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയണം. ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഗിവൺ, ടേക്ക് ഇറ്റ് ആസ് 0 സിൻസ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ ഡ്രോപ്ഡ് ബോഡി. ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ കയ്യിൽ നിന്ന് വെറുതെ റിലീസ് ചെയ്യുന്നു എന്നാണ്, പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നല്ല. സോ ഇനിഷ്യൽ വെലോസിറ്റി ഇല്ല. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഗിവൺ ഹൈറ്റ് 490 meter. Acceleration is actually acceleration due to gravity 9.8 meter/second². Time taken to hit the ground is to be calculated. s is equal to ut + ½ s ന് h എടുക്കാം, h 490 അല്ലേ. 490 is equal half into 9.8 into t² അല്ലേ. 9.8 by 2 is actually 4.9. so t² is equal to 490 by 4.9 എന്ന് പറഞ്ഞാൽ അത് 100 അല്ലേ. t² 100 ആണെങ്കിൽ ടിയുടെ വാല്യൂ 10 seconds എന്ന് കിട്ടും. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ഇക്വേഷനാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. s is equal to ut + ½ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. യൂണിഫോംലി ആക്സിലറേറ്റ് മോഷൻ പഠിപ്പിക്കുമ്പോൾ അത് വെച്ച് വരാവുന്ന ക്വസ്റ്റ്യൻ്റെ ട്രാക്കാണ്. ഒരെണ്ണം കൂടെ ചെയ്യാം. അഗെയിൻ എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ആൻഡ് റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 3 seconds.
തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ചെറിയ ചേഞ്ച്. അഗെയിൻ ഡ്രോപ്ഡ് ബോഡി, സെയിം കാറ്റഗറിയാണ്. യു ക്യാൻ ബി ടേക്കൺ ആസ് 0 ആൻഡ് ബോഡി ഹിറ്റ്സ് ദ ഗ്രൗണ്ട്സ് with a velocity v, h is a height, and acceleration is g, acceleration due to gravity which is acting vertically down. T is a time taken. അതിൽ വരാവുന്ന എല്ലാ സിമ്പിളും ഞാൻ മാർക്ക് ചെയ്തു. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, ടൈം ടേക്കൺ. ഇതിൽ ഫിക്സഡ് വാല്യൂ ആരാണ്? g 9.8. ബാക്കിയൊക്കെ ചേഞ്ച് വരാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഡ്രോപ്ഡ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി യു ക്യാൻ ബി ടേക്കൺ ആസ് 0 ആസ് പെർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. രണ്ടും ഒരുപോലെയല്ലേ? റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ 3 seconds. നമുക്ക് എയുടെ വാല്യൂ g 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് അപ്രോക്സിമേറ്റ്ലി അല്ല, ആക്യുറേറ്റ് വാല്യൂ ആണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി അല്ല, ആക്യുറേറ്റ് വാല്യൂ ആണ്. ടൈം ടേക്കൺ ടു ഹിറ്റ് ദ ഗ്രൗണ്ട് ഈസ് ഗിവൺ ആസ് t = 3 seconds. Then the height of the tower h is to be calculated. Again the same equation, previous equation തന്നെയാണ്, പക്ഷേ കാണേണ്ട ഡേറ്റ മാറി. മുമ്പ് എച്ച് തന്നിരിക്കുന്നു, ടൈം കാണാൻ പറഞ്ഞു. ഇപ്പോൾ ടൈം തന്നു, എച്ച് കാണാൻ പറയുന്നു. സെയിം ഫോർമുല, എച്ച് ഈസ് ഈക്വൽ ടു ut + ½ gt², റൈറ്റ്? സെയിം ഫോർമുല അല്ലേ? എച്ച് ഈസ് ഈക്വൽ ut + ½ gt² ആണ്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഈസ് ഈക്വൽ ടു 0 + ½ ഇൻറ്റു 9.8 ഇൻറ്റു t² ആണ്, t3 ആണ്, അത് 9 എന്ന് കിട്ടും. എച്ച് ഈസ് ഈക്വൽ ടു 4.9 ഇൻറ്റു 9. എച്ച് ഈസ് ഈക്വൽ ടു 4.9 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 44.1. Third option is the right answer for the question. Again based on the equation, s is equal to ut + ½ at². And it is also an example for a freely falling body. It is also an example for a freely falling body. Okay. s is equal to ut + ½ at² വെച്ചാണ് രണ്ട് ക്വസ്റ്റിനും വന്നിരിക്കുന്നത്. ആദ്യ കേസിൽ നമുക്ക് എച്ച് തന്നു, ടൈം ചോദിച്ചു. രണ്ടാമത്തെ കേസിൽ ടൈം തന്നു, എച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇക്വേഷൻ സ്ട്രോങ് ആയെന്ന് കരുതുന്നു. ഒരെണ്ണം കൂടെ. The initial velocity of a particle is 10 meter per second and its retardation is, പഠിക്കരുത്, retardation. Retardation means magnitude of velocity decreases with time. I mean acceleration നെഗറ്റീവ് ആക്കി എടുക്കണം. സ്പീഡ് കുറയുന്നു എന്നാണ് കേട്ടോ. നെഗറ്റീവ് ആക്സിലറേഷൻ ക്യാൻ ഓൾസോ ബി ടേക്കൺ ആസ് റിട്ടാർഡേഷൻ. ഫൈനൽ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ദി ഇനിഷ്യൽ വാല്യൂ. സോ എ എന്ന് പറയുന്നത് മൈനസ് ആക്കി എടുക്കണമെന്ന് മാത്രമേ അവിടെ മീനിങ് ഉള്ളൂ. ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ 5th second ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് along a straight line. Initial velocity is given as 10 meter per second. And retardation A is actually given as -2 meter per second square. 5th seconds നമുക്ക് വേണ്ടത് n. എന്ത് സെക്കൻഡിൽ n is 5. Note the difference. Displacement in 5 seconds അല്ല, displacement in the 5th second ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 5th second എന്ന് പറഞ്ഞാൽ 5ാമത്തെ സെക്കൻഡിൽ മാത്രം പോയതല്ലേ. അത് ആദ്യത്തെ 5 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ട് ആദ്യത്തെ 4 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ട് മൈനസ് ചെയ്യണ്ടേ? അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ Sn. Sn is equal to u plus a by 2 into 2n minus 1. നമ്മൾ S1 കണ്ടുപിടിച്ച് S2 കണ്ടുപിടിച്ച് അല്ലെ S' കണ്ടുപിടിച്ച് മൈനസ് ചെയ്ത് കിട്ടുന്ന റിലേഷൻ ആയിരുന്നു ഇത് അല്ലേ. എന്നിന് 4 ഇട്ടാൽ 4th സെക്കൻഡിൽ കിട്ടും, എന്നിന് 40 ഇട്ടാൽ 40 സെക്കൻഡിൽ കിട്ടും, എന്നിന് 9 ഇട്ടാൽ 9th സെക്കൻഡിൽ കിട്ടും എന്ന് പറഞ്ഞില്ലേ? ആ ഫോർമുല, ലാസ്റ്റ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ്സ് n is 5 and a is actually -2 since retardation. ആക്സിലറേഷൻ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നെഗറ്റീവ് വരുവാണെങ്കിൽ, സ്പീഡ് കുറയുവാണെങ്കിൽ അതിനെ റിട്ടാർഡേഷൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. സോ Sn is equal to u 10 അല്ലേ, 10 minus 2 by 2 into 2 into 5 minus 1 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? 10 minus a minus 2 അല്ലേ. 2 by 2 cancels. Sn is equal to 10 minus 2 into 5
10 minus 1 എന്ന് കിട്ടും. 10 minus 1 is actually 9. 2 into 5, 10 minus 1, 9. 10 minus 9, answer is 1 meter. 10 minus 1 എന്ന് കിട്ടും. 1 meter is the right answer. ഇനിഷ്യൽ വെലോസിറ്റി 10 അല്ലേ, ആക്സലറേഷൻ നെഗറ്റീവ് അല്ലേ, അത് -2 എന്നെടുത്തില്ലേ. സോ യു പ്ലസ് എ ബൈ 2 into 2n minus 1 അല്ലേ. നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ 5th സെക്കൻഡ് അല്ലേ. എന്നിന് 5 ഇടാമല്ലേ. 2 into 5 10 അല്ലേ. 10 minus 1 9 അല്ലേ. അപ്പോൾ 10 minus 9 എന്ന് കിട്ടും. ആൻസർ ഈസ് സിംപ്ലി 1 meter. ലാസ്റ്റ് ഇക്വേഷൻ ബേസ്ഡ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡിൻ്റെ ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് കാണുമ്പോഴേ ആദ്യ ഇൻഫർമേഷൻ എന്താണ്? യു ക്യാൻ ബി ടേക്കൺ ആസ് 0. ഇനിഷ്യൽ വെലോസിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് 0. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് and then moves with constant acceleration. A is equal to 1 meter per second square. Right? Find its velocity after 2 seconds. 2 സെക്കൻഡ് കഴിയുമ്പോൾ ടിയുടെ വാല്യൂ 2 സെക്കൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി. വി ഇസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, അത് 0 അല്ലേ. ആക്സിലേഷൻ അറിയാം, 1 meter per second square അല്ലേ. നമുക്ക് വേണ്ടത് വെലോസിറ്റി അല്ലേ, ഫൈനൽ വെലോസിറ്റി അല്ലേ. എത്ര സെക്കൻഡ് കഴിയും? 2 സെക്കൻഡ് കഴിയുമ്പോഴല്ലേ. വിച്ച് ഇക്വേഷൻ സിമ്പിളി വി ക്യാൻ ടേക്ക് വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി എന്ന ഫോർമുല, വെലോസിറ്റി ടൈം റിലേഷൻ. ഡയറക്റ്റ് ആൻസർ വി ഇസ് ഈക്വൽ ടു 0 plus 1 into 2. ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ, സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് അല്ലേ, ആക്സിലറേഷൻ 1 അല്ലേ, ടിയുടെ വാല്യൂ 2 അല്ലേ. ആൻസർ ഈസ് 2 meter per second. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം, ടൈം ഇൻ്റർവെൽ ഈസ് ഗിവൺ, ഫൈനൽ വെലോസിറ്റി ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയാകും, അല്ലാതെ ഒരു കാൽക്കുലേഷൻ സ്ട്രോങ് ആക്കാനല്ല. വി ഒഴികെ ബാക്കിയെല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ 1 by 1 ആയിട്ട് കളക്ട് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആളെ നമ്മൾ ഒബ്സേർവ് ചെയ്യുന്നു. അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏത് ഫോമിലാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നോക്കുന്നു, അങ്ങനെ എടുക്കുന്നു. യൂണിഫോം ആക്സിലറേഷൻ എന്ന് ഉറപ്പുണ്ടെങ്കിൽ. എ ട്രെയിൻ മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ക്യാൻ ബി ടേക്കൺ ആസ് 10 meter per second. Then the driver decided to accelerate and applies a constant acceleration. 2 meter per second square means A equal to 2 meter per second square. Find the velocity of the train after covering 100 meter. S displacement of the train is given as 100 meter. And V is to be calculated. എല്ലാ ഇക്വേഷൻസും നമ്മൾ ഓക്കെ ആക്കാൻ വേണ്ടിയാണ്. വി ഇസ് ഇക്വൽ പ്ലസ് എ ടി വെച്ച് പ്രോബ്ലം ചെയ്തു. എസ് ഇസ് ഇക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വെച്ച് ചെയ്തു. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ 2 ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് ചെയ്തു. nth സെക്കൻഡിലെ എസ് എൻ ഇസ് ഇക്വൽ യു പ്ലസ് എ ബൈ 2 into 2n minus 1 വെച്ച് ചെയ്തു. ആൻഡ് ദർ ഇസ് വൺ മോർ ഇക്വേഷൻ. എന്താണ്? യു അറിയാം, എ അറിയാം, എസ് അറിയാം, വി ആണ് വേണ്ടത്. വിച്ച് ഇക്വേഷൻ? ഫെമിലിയർ ആൻഡ് സിമ്പിൾ ഫോമുല. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ആക്സിലറേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം, ഫൈനൽ വെലോസിറ്റി ആണ് വേണ്ടത്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ 100 പ്ലസ് 2 into 2 into 100 എന്ന് കിട്ടും. or v square is equal to 100 plus 2 into 2 4, 400 plus 100 500 എന്ന് കിട്ടും. or v is equal to root 500 എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ല, ബട്ട് ഈ റൂട്ട് 500 നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലേ. ആൻഡ് ദറ്റ് വാല്യൂ ക്യാൻ ബി റീഅറേഞ്ച്ഡ് ആസ് റൂട്ട് ഓഫ് 100 into 5 എന്ന് എഴുതാം. ആൻഡ് റൂട്ട് 100 ഈസ് ആക്ച്വലി 10, so there is 10 root 5 meter per second എന്ന് കിട്ടും. റൂട്ട് 100 into റൂട്ട് 5നെ നമുക്ക് റൂട്ട് 100 10 ആയതിനാൽ 10 root 5 meter per second. സെക്കൻഡ് ചോയ്സ് ഈസ് ദ റൈറ്റ് ആൻസർ.
10√5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇക്വേഷൻസ് ഓഫ് മോഷൻ സ്ട്രോങ് ആകാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതാണ്. V = U + AT വെച്ച് ഒരെണ്ണം ചെയ്തു. S = UT + ½ AT² വെച്ച് ചെയ്തു. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ആ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്തു. ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന ഐഡിയ പരിചയപ്പെടുത്തി. പിന്നെ ലാസ്റ്റ് കേസിൽ V² = U² + 2as എന്ന ഇക്വേഷൻ വെച്ച് ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഇൻട്രൊഡക്ഷൻ അല്ല, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വരാവുന്ന ഏറ്റവും എമർജൻസി ആയ ഏരിയ 11th ചെല്ലുമ്പോൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ടോപ്പിക്കിൽ ഏറ്റവും എമർജൻസി സിറ്റുവേഷൻ, ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മളാദ്യം തീർച്ചയായിട്ടും ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ അതിൻ്റെ ബേസിക് ഐഡിയ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ആക്സിലറേഷൻ യൂണിഫോം എന്ന് പറയുന്ന സിറ്റുവേഷൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ, ആ യൂണിഫോംലി ആക്സിലറേറ്റ് മോഷനകത്ത് വരുന്ന 4 ഇക്വേഷനും അതിൻ്റെ കേസുകളും അതിൽ വരാവുന്ന പ്രോബ്ലത്തിൻ്റെ അപ്രോച്ചും മാത്രമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സോ ഈ മോഡൽ പ്രോബ്ലം വരുമ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റുകൾ വരാം. കൊണ്ട് 2 ഇക്വേഷൻസൊക്കെ ഒന്നിച്ച് യൂസ് ചെയ്യേണ്ട കേസ് വരാം. V = U + AT വെച്ച് A കണ്ടുപിടിച്ചിട്ട് ആ A എടുത്ത് അടുത്ത S = UT + ½ AT² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസുകളൊക്കെ വരാം. അതിലേക്കൊന്നും പോയില്ല. വളരെ ബേസിക്കായ ഇക്വേഷനും അതിൽ വരാവുന്ന ഡയറക്റ്റ് പ്രോബ്ലം മാത്രം വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കേസുകളൊക്കെ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലെ അടുത്ത പാർട്ടിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ആ കോഴ്സിൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബാക്കി പ്രോബ്ലങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ഇതിൽ വരാവുന്ന കുറച്ച് ഗ്രാഫ്, ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇനി വരാവുന്ന ഗ്രാഫ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ഡിഫറൻറ്റ് കേസുകൾ വരും. പിന്നെ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരും. ഇതെല്ലാം നമുക്ക് 11th ആവശ്യമുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടില്ല. ഒരു ചെറിയ ഏരിയ മാത്രം പരിചയപ്പെടുത്തി കേട്ടോ. ഇക്വേഷൻസും അതിൻ്റെ ആപ്ലിക്കേഷനും മാത്രം. ക്ലാസ് ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.